പഞ്ചായത്തിന്റെ അനാസ്ഥ. സബ് സെന്റർ നിർമ്മാണം ഇനിയും തുടങ്ങിയില്ല. പ്രതിഷേധവുമായി നാട്ടുകാർ. ചോക്കാട് മഞ്ഞപ്പെട്ടിയിലെ സബ് സെന്റർ നിർമ്മാണം വൈകുന്നതിനെതിരെ നേരത്തെ നാട്ടുകാർ പരാതി നൽകിയിരുന്നു. അരക്കോടിയുടെ കേന്ദ്ര ഫണ്ട് അനുവദിച്ച് വർഷങ്ങൾ കഴിഞ്ഞിട്ടും നിർമ്മാണം വൈകുന്നത് പഞ്ചായത്തിന്റെ അനാസ്ഥയാണെന്ന് നാട്ടുകാർ പറയുന്നു. പഴയ സബ് സെന്റർ പൊളിച്ച് 2 വർഷം കഴിഞ്ഞു. പുതിയ കെട്ടിടം പണിയുന്നതിന് 55 ലക്ഷം രൂപയാണ് കേന്ദ്രം 15ാം ധനകാര്യ കമ്മീഷൻ പഞ്ചായത്ത് മുഖേന അനുവദിച്ചത്. ആദ്യ ഗഡുവായി ഹെൽത്ത് സെന്റർ നിർമ്മാണത്തിന് 28 ലക്ഷത്തോളം രൂപ ചോക്കാട് പഞ്ചായത്തിന് സർക്കാർ ആരോഗ്യവകുപ്പ് മുഖേന കൈമാറിയിട്ടും 2 വർഷം കഴിഞ്ഞു. 1 വർഷം മുൻപ് AP അനിൽകുമാർ MLAയുടെ നേതൃത്വത്തിൽ ബാൻഡ് വാദ്യങ്ങളോടെയാണ് നിർമ്മാണ പ്രവൃത്തികൾ നടത്തിയിരുന്നത്. തുടർന്ന് ആരംഭിച്ച പ്രവൃത്തി കെട്ടിടത്തിന്റെ പില്ലർ നിർമ്മാണത്തോടെ പാതി വഴിയിൽ നിലച്ചിരിക്കുകയാണ്. മാസങ്ങൾ കഴിഞ്ഞിട്ടും ബാക്കിയുള്ള നിർമ്മാണ പ്രവൃത്തികൾ ആരംഭിച്ചിട്ടില്ല. സെന്റർ പൊളിച്ചിട്ടിട്ട് ഒരുപാട് വർഷങ്ങളായി. അപ്പോൾ ഉദ്യോഗസ്ഥർ അനാസ്ഥതയിലുണ്ടായിരുന്നു. അപ്പോൾ കാളികാവ് എക്സിന്റെ അടുത്ത് ഒരു പ്രാവശ്യം ഞാൻ തന്നെ പോയി സംസാരിച്ചപ്പോഴാണ് രണ്ടാമത് ഇതുമേ ഈ ഫില്ലർ വർക്ക് വന്നത്. അതുവരെ ഇത് ഈ ഫില്ലർ ഇല്ലായിരുന്നു. ഇത് വർക്ക് നടക്കാതെ പെൻഡിങ് ആയി കിടന്നുകൊണ്ട് ഇവിടെ ഇങ്ങനെ ഒരുപാട് കാലമായി കിടക്കണം. അപ്പോൾ ഇവിടെ എല്ലാവിധ സൗകര്യങ്ങളും ഉണ്ടായിട്ട് ഈ പ്രദേശത്തുള്ളവർക്ക് ഒരു ഹെൽത്ത് സെന്ററിന്റെ ഉപകാരം ഈ സ്ഥലം കൊണ്ട് നടക്കണില്ല. ഫണ്ട് പറയുന്നത് അവർ ഇതിന്മേ കൊട്ടേഷൻ എടുത്തു കൊടുത്ത് ഫണ്ട് കുറച്ച് വിളിച്ചത് കാരണം വർക്ക് പൂർത്തിയാക്കാനുള്ള ബുദ്ധിമുട്ടുണ്ടെന്നാണ് അവർ പറയുന്നത്. ഇപ്പോൾ കോൺട്രാക്ടറെ വിളിക്കുമ്പോഴും അതാ പറയുന്നത്. പക്ഷെ അവരിത് വർക്ക് ചെയ്യണില്ല എന്ന് പറയണില്ല. വർക്ക് അവർ ചെയ്യും. പക്ഷെ എന്ന് ഇത് പൂർത്തിയാക്കാൻ പറ്റും എന്നുള്ളൊരു കാര്യത്തിൽ അവർക്ക് ഒരു ഉത്തരവാദിത്വത്തോടെയും പറയാൻ പറ്റണില്ല. പഞ്ചായത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ടതും നിരവധി ആളുകൾ ആശ്രയിക്കുന്നതുമായ സ്ഥാപനമാണ് മഞ്ഞപ്പെട്ടി സബ് സെന്റർ. ടെൻഡർ നടപടി പൂർത്തിയായി മാസങ്ങൾ കഴിഞ്ഞിട്ടും നിർമ്മാണം താമസിപ്പിച്ച് എസ്റ്റിമേറ്റ് തുകയിൽ വർധനവ് വരുത്തുന്നതിന് കരാറുകാരൻ കാത്തിരിക്കുകയാണെന്നും ആക്ഷേപമുണ്ട്. ചോക്കാട് പഞ്ചായത്തിലെ എഞ്ചിനീയറിംഗ് വിഭാഗത്തിലെ പൊരുത്തക്കേടാണ് നിർമ്മാണത്തിന് തടസ്സമെന്നും പറയുന്നു. ഇതിപ്പോ കുറെ കാലമായി ഇതിങ്ങനെ കടക്കാൻ തുടങ്ങിയിട്ട്. കോൺട്രാക്ടർക്ക് വിളിക്കുമ്പോൾ ഓരോ സമയത്ത് ഓരോ പ്രശ്നങ്ങളാണ് പറയുന്നത്. ഇതുവരെ ഉണ്ടായിരുന്നത് വെള്ളമല്ല എന്നുള്ള പ്രശ്നങ്ങളാണ് ഉണ്ടായിരുന്നത്. അപ്പൊ അത് കഴിഞ്ഞിപ്പോ AO എന്തോ ലീവിൽ പോയി. ഇപ്പൊ പുതിയ ആൾ ചാർജ് എടുത്തു. ആരൊക്കെയാന്ന് പറഞ്ഞു. ഇപ്പൊ ഞങ്ങൾ ഇപ്പൊ വീണ്ടും കാളിയാവ് പോയി ഓരോരട്ടം വന്നിപ്പോ വീണ്ടും ഇതേപോലെ തന്നെ കിടക്കുകയാണ്. കെട്ടിടത്തിനായി ഒരുക്കിയ തറയിൽ വാഴയും കപ്പയും നട്ട് നാട്ടുകാർ പ്രതിഷേധിച്ചു. ന്യൂസ് ബ്യൂറോ, ചോക്കാട്. സ്വാഗതം പരിശുദ്ധാഭരണങ്ങളുടെ ഈ വിസ്മയത്തിലേക്ക്. ഹയ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ബണ്ടൂർ ആൻഡ് എലങ്കൂർ. ലൈബ വെഡിംഗ് സെന്റർ, പൂക്കോട്ടുംപാടം, വണ്ടൂർ, കരുവാരുകുണ്ട്.